ബദറിൽ പങ്കെടുത്തതിന്റെ പേരിൽ അല്ലാഹു അവർക്ക് വലിയ സ്ഥാനം നൽകി. കാരണം ഹക്കിന്റെയും ബാത്തിലിന്റെയും ഇടയിൽ നടക്കുന്ന വലിയ ധർമ്മസമരമാണ് ബദർ. ചെറിയ യുദ്ധമൊന്നുമില്ല. ആകെ 313 സഹാബത്താ ഉള്ളത്. 1000-ഓളം വരുന്ന ശത്രു സൈന്യത്തിനോട് ഏറ്റുമുട്ടാൻ പോകുന്നത് 313-ഓളം വരുന്ന സഹാബത്തുൽ കിറാം. അവർ നിരായുധരാണ്. അവരുടെ കയ്യിൽ ആയുധങ്ങളില്ല, വേണ്ട രൂപത്തിൽ ഭക്ഷണങ്ങളില്ല, വേണ്ട രൂപത്തിൽ കുടിക്കാനുള്ള വെള്ളമില്ല, സഞ്ചരിക്കാനുള്ള വാഹനങ്ങളില്ല. എന്നിട്ടും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടി അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ, റസൂലുള്ളാഹിനെ ഒന്ന് സഹായിക്കാൻ ഇറങ്ങിത്തിരിച്ച, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഇറങ്ങിത്തിരിച്ച അല്ലാഹുവിന്റെ പടനായകന്മാരാണ് 313 സഹാബത്ത്. അപ്പോ അവർക്കുള്ള സ്ഥാനം ചെറുതല്ല. അല്ലാഹു അവർക്ക് നൽകിയ സ്ഥാനം എത്ര വലുതാണ്. അറിവീലേ ബദറിന്റെ ആഹിൽകൾക്ക് സുവന്താറാൽ അഹദവൻ നബി നാവാൽ ഖദ് ബുശിറാ ഹീന അഹ്മദാ യഖൂലു യാ അഹ്ലൻ ബദറാ. ഉറപ്പാലേ ഉമയ്യൊക്കെ അഫ്ളലുൽ അസ്ഹാബ. ഉറപ്പാലേ ഉമയ്യൊക്കെ അഫ്ളലുൽ അസ്ഹാബ. ഉമൈകൾക്ക് ആദൻ ജന്നതും ഔജബ. റഹ്മാൻ ഉരൈഹഖാം ബിഗൈരി ശകന്നും ലാ റൈബ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ബദരീങ്ങളെ, സ്വർഗം നിർബന്ധമായവരാണ് നിങ്ങൾ. മനുഷ്യരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായവരാണ് നിങ്ങൾ. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ബദർ രണാങ്കണത്തിൽ ഇറങ്ങിയവരെ, നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്നുള്ള സന്തോഷ വാർത്ത ഇതാ ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. കണ്ടോ, അല്ലാഹു ബദരീങ്ങൾക്ക് കൊടുത്ത സ്ഥാനം എത്ര വലുതാണ്. സ്വർഗമുണ്ട് എന്ന് ഉറപ്പുള്ള ഒരു കൂട്ടരാണ് അസ്മാഉൽ ബദർ. ബദറിന്റെ നാമങ്ങളുള്ളതായ ബദരീങ്ങളിൽ പങ്കെടുത്തതായ സഹാബത്തുൽ കിറാം സ്വർഗം ഉണ്ട് എന്ന് ഉറപ്പുള്ള വ്യക്തിത്വങ്ങളാണ്, വ്യക്തിപ്രഭാവങ്ങളാണ്. അപ്പോൾ അവരുടെ പേര് പറഞ്ഞാലുള്ള ദറജ എത്ര വലുതാണ്. അതാണ് പറഞ്ഞത്, ഉമൈകൾക്ക് ആദൻ ജന്നതും ഔജബ. കണ്ടോ, സ്വർഗം നിർബന്ധമാണ്, സ്വർഗം നിർബന്ധമാണ്. തീർന്നില്ല, കറഉങ്ങൾ ചെയ്തതും ഇനി ചെയ്യും ഖതാദംബൻ ഗഫറല്ലാഹു ലക്കും അണ്ടർകളെ മർതബ. ഏകി കമൽ മുഹ്താജമുല്ല എനിബി തൗബ. ബദരീങ്ങൾ ഒരു തെറ്റും ചെയ്യുന്നവരല്ല, ഒരു തെറ്റും ബദരീങ്ങൾ ചെയ്യൂല. കാരണം അവര് റസൂലുള്ളാഹിന്റെ കലാലയത്തിൽ നിന്നും മോദി പഠിച്ചവരാണ്, റസൂലുള്ളാഹിന്റെ പാഠശാലയിൽ വിദ്യ നുകർന്നവരാണ്. അവർക്ക് റസൂലുള്ളാഹിനെ അറിയാം, അല്ലാഹുവിനെ അറിഞ്ഞവരാണ് ബദരീങ്ങൾ, സ്വഹാബത്ത്. അതുകൊണ്ട് തന്നെ ഒരു തെറ്റും ചെയ്യൂല. എന്നാൽ പോലും ഇനി എന്തെങ്കിലും തെറ്റെന്ന് തോന്നിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെയും അവർക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല. അല്ലാഹു അതെല്ലാം പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് സ്വാദിഖുൽ മസ്ദൂഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊന്ന് മനസ്സിലാക്കണം, ബദരീങ്ങളുടെ പവർ ചില്ലറയല്ല. ബദരീങ്ങളെ കുറിച്ച് മാത്രമാണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞത്. ബദർ യുദ്ധം അത് വേറൊരു വിഷയം തന്നെയാണ്. അതിലേക്ക് ഞാൻ പ്രവേശിക്കും.